ആനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. നേരത്തെ നമ്മൾ നൽകിയിരുന്നു. അതിരപ്പള്ളി പ്ലാന്റേഷനിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് ചികിത്സ നൽകാൻ മെഡിക്കൽ സംഘം എത്തും. കോടനാട് നിന്നാണ് മെഡിക്കൽ സംഘത്തെ എത്തിക്കുക. വെറ്ററിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയത്തിനകം തന്നെ അതിരപ്പള്ളിയിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആസിഫ് മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ആസിഫ്, നേരത്തെ നമ്മൾ ഈ വാർത്ത എടുത്തപ്പോൾ പറഞ്ഞിരുന്നു കാട്ടാന അവശ നിലയിലാണ്, അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണെന്ന്. പക്ഷേ പ്രാഥമികമായി പരിക്കുകളൊന്നും കാണാനില്ല എന്നും കൂടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ ഈ ആനയ്ക്ക് സംഭവിച്ചത് എന്ന് വ്യക്തമാവണമെങ്കിൽ വിദഗ്ധ സംഘം എത്തേണ്ടിയിരിക്കുന്നു അല്ലേ? അവർ എപ്പോഴെത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ആനയ്ക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ച നിലയിൽ വ്യക്തമല്ല. പ്രത്യക്ഷമായി നോക്കുമ്പോൾ ആനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കുകളോ മറ്റോ കാണാനില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ വനപാലകർ അടക്കം പരിശോധിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഈ ദഹന സംബന്ധമായ പ്രശ്നം കാരണമാണോ ആന ഇത്തരത്തിൽ ഈ അവിടെ തന്നെ കഴിയുകയും പിന്നീട് അല്പസമയം നിന്നതിന് ശേഷം വീണ്ടും കിടക്കുകയും ചെയ്യുന്നത് എന്നുള്ളൊരു സംശയമാണ് ഇതിലുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ സംഘം ഇങ്ങോട്ട് എത്തും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വനപാലകർ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വനപാലകർ വന്ന് രാവിലെ പരിശോധിക്കുമ്പോൾ വെച്ചാൽ ഈ ദൂരത്തു നിന്ന് നോക്കാൻ മാത്രമാണ് നിലവിൽ കഴിയുക. അപ്പോഴും ആനയ്ക്ക് പരിക്കുകളോ മറ്റോ ഏതെങ്കിലും തരത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർക്ക് നിലവിൽ വിലയിരുത്താൻ കഴിയുന്നത്. പക്ഷേ ആന ഒരു അവശ്യ നിലയിലാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അത് എങ്ങോട്ടും നടന്നു പോകാൻ പോലും ഇപ്പോൾ ആന തയ്യാറാകുന്നില്ല. ഒന്നുകിൽ കിടക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് ആന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേഹത്ത് മണ്ണ് വാരി എറിഞ്ഞുകൊണ്ടാണ് ആന നിലയുറപ്പിക്കുന്നത്. ഇന്നലെ രാവിലെ ചാലക്കുടി പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചാണ് ഈ ആന ഈ എണ്ണപ്പഴ തോട്ടത്തിലേക്ക് കയറിയത്. അതിനുശേഷം ആന ഇവിടെ നിന്ന് മടങ്ങിയിട്ടില്ല. ഈ ഒരു പ്രദേശത്ത് മാത്രം, ഈ ഒരു സർക്കിളിൽ മാത്രം ആന കിടക്കുകയോ നിൽക്കുകയോ ചെയ്യുകയാണ്. ഇടയ്ക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ഇങ്ങനെ ദേഹത്ത് മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് ആന നിലയുറപ്പിക്കുകയാണ്. എന്തായാലും ഇന്നലെ രാവിലെ വെള്ളം കുടിച്ചതിന് ശേഷം ആന ഈ വെള്ളം അടക്കം കുടിക്കാത്തതും അതിന് നിർജ്ജലീകരണം അടക്കം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമടക്കം ഈ വനപാലകരടക്കം പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും വിദഗ്ധ സംഘം ഡോക്ടർമാരെത്തിയതിനു ശേഷം ഒരു പ്രാഥമിക പരിശോധന നൽകിയതിന് ശേഷമായിരിക്കും ഇതിന് വിദഗ്ധ ചികിത്സ അടക്കം നൽകണമോ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. കോടനാട് നിന്ന് മെഡിക്കൽ സംഘത്തെ എത്തിച്ചാണ് ഈ ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുക. വെറ്ററിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം അല്പസമയത്തിനകം തന്നെ അതിരപ്പള്ളിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ഏതായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏഴാറ്റുമുഖം ഗണപതി എന്നാണ് ഈ ഒരു ആനയ്ക്ക് ഈ ഒരു പ്രദേശവാസികൾ വിളിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനവാസ മേഖലയിലെത്തുകയും കൃഷി അടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ആന ഇപ്പോഴും എണ്ണപ്പനത്തോട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്ഥാനത്ത്, നേരത്തെ കിടന്നിരുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ എഴുന്നേറ്റ് ഇരിക്കുകയാണ്.